മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി പുതിയ RRT സംഘം രൂപീകരിക്കണമെന്ന വനം വകുപ്പിന്റെ ശുപാർശ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു. വാഹനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കി പുതിയ ദൗത്യ സംഘം രൂപീകരിക്കാൻ 70 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാനത്താകെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വനം വകുപ്പിനും സർക്കാരിനുമെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയർന്നു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വന്യമൃഗശല്യം കൂടുതലായ പ്രദേശങ്ങളിൽ കൂടുതൽ RRT സംഘത്തിന്റെ സേവനം ഉറപ്പാക്കുന്നതിന് സംസ്ഥാനത്ത് 13 പുതിയ RRT സംഘത്തിന് രൂപം നൽകണമെന്ന ശുപാർശ വനം വകുപ്പ് സർക്കാരിന് നൽകിയിരുന്നു. നിലവിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് സർക്കാർ ഇത് അംഗീകരിക്കുകയും ചെയ്തു. വാഹനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യത്തോടുകൂടി പുതിയ RRT സംഘം രൂപീകരിക്കുന്നതിന് 38.70 കോടി രൂപയാണ് സർക്കാർ ചെലവായി കണക്കാക്കുന്നത്. തിരുവനന്തപുരം സിറ്റി, കൊല്ലം സിറ്റി, കോന്നി, ആലപ്പുഴ സിറ്റി, എരുമേലി, മറയൂർ, മാങ്കുളം, കോതമംഗലം, പരിയാരം, പട്ടിക്കാട്, കൊല്ലങ്കോട്, കരുവാരക്കുണ്ട്, പെരിയ എന്നിവിടങ്ങളിലാണ് പുതിയ RRT സംഘം രൂപീകരിക്കുക. പേപ്പാറ, അഞ്ചൽ, റാന്നി, മൂന്നാർ, മലയാറ്റൂർ, പാലക്കാട്, അട്ടപ്പാടി, നിലമ്പൂർ നോർത്ത്, കോഴിക്കോട്, കൽപ്പറ്റ, ആറളം, കാസർഗോഡ്, പീരുമേട്, സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിൽ നിലവിൽ RRT സംഘം പ്രവർത്തിക്കുന്നുണ്ട്. പുതിയ RRTകളുടെ പ്രവർത്തനത്തിനായി നിലവിലുള്ള 21 സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ തസ്തികകൾ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസ് തസ്തികകളായും 75 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികകൾ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ തസ്തികകളായും ഉയർത്തും. 21 ഡ്രൈവർ, 21 സൂപ്പർ തസ്തികകളും പുതിയതായി സൃഷ്ടിക്കും. നിലവിൽ പ്രവർത്തിക്കുന്ന 15 RRT സംഘങ്ങളിൽ 9 സംഘങ്ങൾക്ക് മാത്രമാണ് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉള്ളത്. ബാക്കി 6ലും പുതിയതായി ആരംഭിക്കുന്ന 13നും ഇവ ഒരുക്കേണ്ട സാഹചര്യവും നിലനിൽക്കുന്നു. എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു RRT സജ്ജമാക്കുവാൻ 3 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പുതിയതായി രൂപീകരിക്കുന്ന RRT സംഘം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ വന്യജീവി ശല്യം രൂക്ഷമായി നിൽക്കുന്ന മേഖലകളിൽ പ്രതിരോധം തീർക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വനം വകുപ്പും സർക്കാരും. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.